സൂചേട്ടൻ മരിച്ചും പോയി. അതെ. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്, എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു. പക്ഷെ അഭിനയത്തിൽ വലിയ സിംഹമൊന്നും ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊരു സ്വയംഭൂതത്തിലല്ലേ, സിംഹമൊന്നും ആയിട്ടില്ല എന്ന് അല്ല, കളിയാക്കൽ തന്നെയാണ്. എന്നെ കളിയാക്കി അവള് അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സ്വയം പുകഴ്ത്തിയതല്ല, ഒരിക്കലും അല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. അല്ലല്ല, ഞാൻ എത്രത്തോളം എന്നെ താത്തിടാവോ അത്രത്തോളം താക്കുന്ന ആളാ ഞാൻ തന്നെ. കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരല്ലേ? മൂത്തമ്മ കോളേജിൽ പഠിക്കുന്ന. അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു കുപ്രസിദ്ധി ബാധിക്കുന്നില്ലേ? എവിടുന്ന് ഒരു ബാധ്യതയില്ല. അവർക്ക് ഒരു നാണക്കേടും അങ്ങനെ ഒന്നുമില്ല. കാരണം മൂത്ത മോൻ, ഇളയത് 5 വയസ്സല്ലേ ഉള്ളൂ, അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, അറിയില്ലല്ലോ. മൂത്ത മോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല. അമ്മയുടെ ഇഷ്ടം ചെയ്യുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക, അവന്റെ കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും, പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ, ഇന്ന് വരെ, അല്ലെങ്കിൽ എന്നോട് ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ, ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുവോ ഇത്?